ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന് എന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നീള എന്ന് പറയുന്ന കുട്ടിക്ക് തീരെ വയ്യ, പനിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണെങ്കിൽ കാവേരി അവൾക്ക് കഞ്ഞി കോരി കൊടുക്കുകയാണ്. മോളെ ഇത് കുടിക്ക്, എന്തെങ്കിലും കുടിക്കണ്ടേ, നിനക്ക് നിന്റെ ആരോഗ്യം തിരിച്ചെടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഗംഗയും പറയുന്നുണ്ട്, ഇത് വേഗം കഴിക്കും മോളെ, എന്നിട്ട് വേണം ഈ മരുന്ന് കുടിക്കാനായിട്ട് എന്നും പറഞ്ഞിട്ട് മരുന്നൊക്കെ കൊണ്ട് ഗംഗ വരികയാണ്. അങ്ങനെ ആ സമയത്ത് വേണ്ട ചേച്ചി, എനിക്ക് പറ്റുന്നില്ല കുടിക്കാനായിട്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അവർ രണ്ടുപേരും, ചേച്ചിമാർ രണ്ടുപേരും അനിയത്തി അങ്ങനെ ആ കഞ്ഞി കുടിപ്പിക്കാനൊക്കെ നോക്കുന്ന സമയത്ത് അമ്മൂമ്മ അരികിലിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഇവളിതേ കഞ്ഞി കുടിക്കുന്നില്ല അമ്മൂമ്മ, ഇവള് മരുന്നൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പം ഇപ്പം പനിക്കണുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം കുറവുണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ കൊടുക്കണ്ട, രാത്രി അഥവാ പനിക്കുകയാണെങ്കിൽ അപ്പം കൊടുക്കാം, നമുക്ക് അവൾക്ക് പറ്റുന്നുണ്ടാവില്ല കുടിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ പുറത്ത് ആരോ വന്ന് നമ്മുടെ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവർ പരസ്പരം ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയാണോ അരവിന്ദൻ്റെ വീട് എന്ന് ചോദിക്കുമ്പോൾ ആയിരിക്കും, വാ പോയി നോക്കാമെന്നും പറഞ്ഞ് അവരങ്ങനെ വന്ന് ബെല്ലടിക്കുകയാണ്. ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഗംഗയാണ് ആദ്യം തന്നെ വരുന്നത്. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ബാങ്കിൽ നിന്ന് വരികയാണ്, ഇതല്ലേ അരവിന്ദൻ്റെ വീട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അതെ, അരവിന്ദൻ ഈ വീട് പണിതത് ഹൗസിംഗ് ലോൺ എടുത്തിട്ടാണ്. ആ ഹൗസിംഗ് ലോൺ ഇപ്പോൾ ഒരു 8 മാസത്തോളമായി മുടങ്ങിക്കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കാവേരിയും എല്ലാവരും അവിടേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഇവരിങ്ങനെ പറയണ കേൾക്കുമ്പോൾ അച്ഛൻ ഈ വീട് എടുത്തത് ഹൗസിംഗ് ലോൺ ആണെന്നോ, ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും നാൾ അടച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ 8 മാസമായിട്ട് അടച്ചില്ല, ഞങ്ങൾ എത്രയോ നോട്ടീസ് അയച്ചു, ഞങ്ങൾ എത്രയോ അറിയിപ്പുകളൊക്കെ തന്നു, എന്നിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നും യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല, ഇതുവരെ അടച്ചിട്ടില്ല, ഇതിപ്പോൾ ജപ്തിയുടെ വക്കീലാണിത് നിൽക്കുന്നത് എന്നും പറഞ്ഞു, ഇത് അവസാനത്തെ നോട്ടീസാണ്, ഇത് പിടിക്കുക എന്നും പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ അത് കൊടുത്തിട്ട് ആ ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവർ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കും, അച്ഛൻ ഒരിക്കലും ഈ വീട് പണിതത് ലോൺ എടുത്തിട്ട് പണിയില്ലല്ലോ, അങ്ങനെ ലോൺ എടുത്ത് പണിതിട്ടുണ്ടെങ്കിൽ തന്നെ അച്ഛൻ ഒരിക്കലും അതിൻ്റെ മുടക്കൊന്നും അച്ഛൻ വരത്തില്ല, ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അമ്മയ്ക്ക് അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കാവേരിയൊക്കെ. അപ്പോൾ ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, ഇല്ല മോളെ എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം ആരാണ് ഇതൊക്കെ ലോൺ എടുത്തത്, ഏത് ബാങ്കിൽ, ഈ ബാങ്കിൽ തന്നെയാണോ അച്ഛന് അക്കൗണ്ട് ഉള്ളത്, അമ്മയ്ക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ട് മോളെ എന്ന് പറയുകയാണ്. അമ്മയ്ക്ക് ഏത് ബാങ്കിലെ അക്കൗണ്ട്, അത് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എടുത്ത വഴിക്കിട്ട് മോള് പോയി ചോദിക്കുകയാണ്, അമ്മയ്ക്ക് പിന്നെ എന്താ അറിയാം, അമ്മ കുറേ നേരമല്ല യമുന ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് പിന്നെ എന്താ അറിയാം എന്നിങ്ങനെ ചോദിക്കുകയാണ്. മോളെ എന്നെ കുറ്റപ്പെടുത്തില്ല, എനിക്കറിയില്ല, ഇവിടെ ജയബാലൻ ല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് അയക്കും, പിന്നെ അവിടുന്ന് വിളിച്ച് ചോദിക്കും അച്ഛൻ എന്തെങ്കിലും ഈ മാസം കൂടുതൽ വേണോ എന്ന്. അപ്പോൾ വേണമെന്ന് പറയുകയാണെങ്കിൽ അത്രയും പൈസ ജയബാലൻ ഇവിടെ കൊണ്ടുതരും, തന്നെയല്ല അത്രയും പൈസ കൊണ്ടു തന്നിട്ട് പിന്നെ കിട്ടിയോ എന്ന് അച്ഛൻ വിളിച്ച് ചോദിക്കും, അപ്പോൾ കിട്ടി എന്ന് ഞാൻ പറയുകയും ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏതോ ഒരു ഫോം കൊണ്ടുവന്നിട്ട് എന്നോട് അതിൽ അച്ഛൻ സൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിരുന്നു, അത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ, അല്ലാതെ കൂടുതലായിട്ടും എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവൾക്ക് അല്ലാതെ അവൾ അറിഞ്ഞു വെച്ചേനെ എന്നിങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് ശാരദയെ. അമ്മ എന്നെങ്ങനെ കുറ്റപ്പെടുത്തില്ല അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട് ശാരദ. അങ്ങനെ ആ സമയത്ത് എന്തായാലും അപ്പം ഇതിൻ്റെ പിന്നിൽ ജയബാലൻ അങ്കിളിന് മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ, അങ്കിളിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് കാവേരി തൻ്റെ ഫോൺ എടുത്തിട്ട് ജയബാലനെ വിളിക്കുകയാണ്. അപ്പം ജയബാലൻ ആദ്യം തന്നെ എടുത്തിട്ട് ഹലോ മോളെ, എന്താണ് മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്കിളെ ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്, ഇവിടെ ബാങ്കിൽ നിന്ന് 1-2 ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു, അച്ഛൻ ഈ വീട് ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, 8 മാസമായി മുടക്ക് വരുത്തി എന്ന് പറയുന്നുണ്ട് എന്ന് അവരിങ്ങനെ പറയുന്ന സമയത്ത് അങ്കിളിന് ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കാവേരി. അത് കേൾക്കുന്ന ജയബാലന് ഫോൺ അങ്ങ് നീക്കി പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഹലോ മോളെ, കേൾക്കുന്നില്ല മോളെ ഞാനിവിടെ ഇല്ല, ഒരു അമ്പലത്തിലാണ് ഞാനിപ്പോൾ, അവിടെ തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു ബാങ്കിൻ്റെ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി, എന്തായാലും ഞാൻ നാളെ വന്നിട്ട് ബാങ്കുകാരോട് ചെന്ന് അന്വേഷിച്ചോളാം മോളെ, അപ്പം ശരിയിട്ടാ മോളെ എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ അയാൾ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ സമയത്ത് ജയബാലൻ അങ്കിൾ അവിടെ ഇല്ല, ഏതോ ഒരു അമ്പലത്തിൽ പോയിരിക്കുകയാണ് അമ്മേ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്കിൾ വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ അവിടേക്ക് ഈ ജയബാലൻ്റെ ഭാര്യ വരികയാണ്. അപ്പോൾ
ജയപാലിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അപ്പോൾ അത് അവരാണ് ഞാൻ അന്ന് മരിച്ചിരിക്കുമ്പോൾ അരവിന്ദൻ മരിച്ചിരിക്കുമ്പോൾ പറഞ്ഞില്ലേ എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ അരവിന്ദൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന്. ഇപ്പം അവർക്ക് എന്തൊക്കെയോ കടങ്ങളുണ്ട്, ഇപ്പം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയ്യോ അതാണോ, എല്ലാ കടങ്ങളും നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ചേട്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് അഥവാ എല്ലാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ എല്ലാം വിറ്റ് നമുക്ക് അവരെ കടങ്ങൾ വീട്ടേണ്ടി വരുമെന്ന് പറയുമ്പോൾ അത് ശരിയാവില്ലല്ലോ ചേട്ടാ, നമുക്കും 2 മക്കളുള്ളതല്ലേ എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ വിനീതാണെങ്കിൽ കടയൊന്നും തുറക്കാതെ അവൻ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ വിനീതിൻ്റെ ഒരു കൂട്ടുകാരൻ അവിടേക്ക് വരികയാണ്. നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പം എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയം വിനീത് പറയുകയാണ്, അതെ അവിടെ മാമൻ്റെ അവിടെ ജപ്തി നോട്ടീസൊക്കെ വന്നിട്ടുണ്ട്, വീടിൻ്റെ ലോൺ എടുത്തിട്ട് അടയ്ക്കാതെ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അതിനിപ്പോൾ നീ വിഷമിച്ചിരുന്ന് കട തുറക്കാതിരുന്നിട്ട് എന്താ കാര്യം, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവനെയും കൊണ്ട് ആ കൂട്ടുകാരൻ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഗംഗയും കാവേരിയും നിളയെയും കൊണ്ട് വരുന്നത്. അപ്പം നിളയ്ക്ക് തീരെ വയ്യ. അപ്പോൾ എവിടേക്ക് പോകുന്നു നിങ്ങളെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളെയും കൊണ്ടൊന്ന് ആശുപത്രിയിൽ പോവുകയാണെന്ന് കാവേരി പറയുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയേനില്ലേ, മാറിയ ഞാൻ കൊണ്ടുപോകാം, നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് വേണ്ട വിനീതേട്ടൻ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞ് അവരങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ഗംഗയാണെങ്കിൽ 1-2 വട്ടം വണ്ടിയുടെ പുറകിലിരുന്നിട്ട് അവനങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്, വിനീതിനെ നോക്കുന്നുണ്ട്. അതേ സമയത്ത് അവിടെ ആ ചായക്കടയിൽ ഒരു ചായ കുടിച്ചുകൊണ്ട് ഒരു മണിയൻ എന്ന് പറയുന്ന ചേട്ടൻ പറയുകയാണ്, എന്തായാലും ഇതിപ്പോൾ വിനീതിന് ഒരു സമാധാനമായല്ലോ, ഗംഗയെ സ്നേഹിച്ചിരുന്ന വിനീതല്ലേ, എന്തായാലും വിനീതിന് ഗംഗയെ കിട്ടാൻ പോവുകയല്ലേ എന്നിങ്ങനെ പറയണ കേൾക്കുമ്പോൾ വിനീത് പറയണം, എന്താണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ, ഞാൻ എന്താ അങ്ങനത്തെ ഒരാളാണോ, പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ഒരാളാണോ ഞാൻ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചേട്ടൻ എന്നെ അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്, അതുകൊണ്ടല്ല മോനെ ഞാൻ അങ്ങനെ വെച്ച് പറഞ്ഞതല്ല, എന്തായാലും നിനക്ക് ഒരുപാട് ഇഷ്ടമല്ല ഗംഗയെ, അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന ജയബാലനും ഭാര്യയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ജയബാലൻ പറയുന്നുണ്ട്, ഭാര്യ പറയുകയാണ് ശാരദ വിളിച്ചായിരുന്നു, ഏട്ടൻ്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ്, ഏട്ടൻ ഉറങ്ങി എണീറ്റ് വരണപ്പോൾ സ്വിച്ച് ഓഫ് സമയത്ത് എന്നെയാണ് ശാരദ വിളിച്ചത്, 3-4 വട്ടം വിളിച്ച് കണ്ടപ്പോൾ ഞാൻ ഫോൺ എടുത്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ല പറഞ്ഞില്ല, പറയണമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇതേ മിണ്ടരുത് നീ എന്ന് പറയുന്നുണ്ട്. അപ്പം നീ എന്ത് പറഞ്ഞു, അപ്പോൾ പറയാണ് അവർക്ക് ആ ബാങ്കിലെ കടം മാത്രമേ ഉള്ളൂ ഏട്ടാ, അല്ലാതെ വേറുള്ള കടങ്ങളൊന്നുമില്ല എന്നെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ജയബാലൻ്റെ മോൻ അവിടെ ഫോണിൽ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് യമുന അവനെ വിളിക്കുന്നത്. അങ്ങനെ അവൻ മാറി നിന്നിട്ട് സംസാരിക്കുകയാണ് യമുനയോട്. അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും, അതായത് ജയബാലനും ജയബാലൻ്റെ ഭാര്യയും കൂടി സംസാരിക്കുന്നത് യമുന ഫോണിലൂടെ കേൾക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് യമുന ആലോചിക്കുന്നുണ്ട്, ജയബാലനങ്ങൾ വീട്ടിലില്ല, ഏതൊരു അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന പയ്യൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ യമുനെ നീ അവിടെ ഇല്ലേ, ഫോൺ കട്ടായിട്ടില്ലല്ലോ, ഹലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ് ജയബാലനങ്ങൾ അവിടെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അവളങ്ങനെ ഒരു ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ നുണ പറഞ്ഞു വന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.